ഹലോ ഗായ്സ്, എല്ലാവർക്കും റോങ് വിന്നറിൻ്റെ മറ്റൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ റോബ്ലോക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം കളിക്കാൻ റെഡിബിഡിക്സ് ആണ് ഉള്ളത്. അവൻ്റെ പേര് ടെർമിനേറ്റർ എന്നാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് കളി തുടങ്ങട്ടെ ഗായ്സ്. കഴിഞ്ഞ കളി ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ബഗ് കാരണം ആകെ കൊളായി. അതെന്താണ് ഗൈസ്? എന്താ കണ്ടേ? ചാടേണ്ട ആവശ്യമില്ലേ? ഇതിനെന്താ പ്രശ്നമുണ്ടല്ലോ? തിരിഞ്ഞ ഫോണാണ്. അടിപൊളി. ഫ്രിഡ്ജിമേക്കാണോ ചാടേണ്ടത്? അതൊക്കെ അറിയില്ല ചേട്ടാ. ഞാൻ പെൻസിലുമൊക്കെ ചാടേണ്ടത്. ഈ പേപ്പറുമൊക്കെ ചാടേണ്ട. പിന്നെ ആ പെൻസിലുമൊക്കെ അല്ല ചാടേണ്ട. പെൻസില് വെറുതെ വെയിറ്റ് ഒക്കെ നോക്കി. അയ്യോ, പേപ്പറിൻ്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് വീണു. പിന്നെ റീസ്പോൺ ആവാത്ത നേരം ഭയങ്കര നേരം റീസ്പോൺ ആവാൻ. അടിപൊളി ഗായ്സ്. അവരങ്ങോട്ട് പോയാ? അവ അവിടെ എത്തി ഗൈസ്. ആ പെൻസിലിന് കൂടെ പോണേന്ന് തോന്നുട്ടാ. അയ്യേ, ഇവിടെ അല്ലേ. ആ, ഇവിടെ നിൽക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ അടുത്ത് ചെക്ക് പോയിന്റ് അടിച്ചിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അയ്യോ, ഇവിടെ തിരിച്ചെത്താൻ എന്താ ഗൈസ്? നമ്മൾ ലാൻഡ് ആയതൊരു തെറ്റ് സ്ഥലത്താന്ന് തോന്നുന്നു. അയ്യോ, നേരെ പോരുന്നുണ്ട. ഞാനേ ലാൻഡ് അല്ല, അവിടെ നിന്നിട്ടും കുറച്ച് നേരെ പോയി. കഴിഞ്ഞ കളിയിൽ നമ്മുടെ ഒപ്പം ജെഫ്ലിൻ ഉണ്ടായിരുന്നു. ഈ കളിയിൽ നമ്മുടെ ഒപ്പം റെഡിബിഡിക്സ് ആയിട്ടുള്ളത് ഗൈസ്. അയ്യോ, ചാടിയില്ല. ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കണേ. കഴിഞ്ഞ വട്ടം കളിച്ച ഗെയിം ഞാൻ ഒരു വട്ടം കളിച്ച് തീർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടയ്ക്ക് ബഗ് വന്നില്ല. ഇപ്പോൾ കുറേ നാളെ ഞാൻ റോബ്ലോക്സ് തന്നെ കളിച്ചിട്ട്. അത് കാരണം തോന്നുന്നു അങ്ങോട്ട് എത്തില്ല. ഫോക്കസ് ആയാലും ഭയങ്കര നേരം. കാൽക്കുലേറ്റർ അല്ലേ? കാൽക്കുലേറ്റർ എനിക്ക് എത്ര എളുപ്പമില്ല. ഈ പേപ്പറിന് നല്ലത്. പേപ്പർ നമുക്കിന്നെ ചാടിക്കൊണ്ടിരിക്കുന്ന ഗായ്സ്. മറ്റേതില്ലേ, ഒരു പീസാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തട്ട് നമ്മുടെ തല ഉരുണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടാ. നമുക്ക് അവനോട് മെസ്സേജ് ഇടാം. വന്നാ മനസ്സിലായിക്കോളെന്ന് വിചാരിക്കുന്നു. അവനെ തലെത്തിയില്ല. പക്ഷേ ഭാഗ്യമില്ല. തലെത്തിയ ഇല്ല. അപ്പോഴേക്കും എല്ലാം കൂടെ പോയാലോ? വേണ്ട, പോകണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം പോകണ്ട. വന്നാ ഇല്ല, വന്നിട്ടില്ല. ഒന്നും എല്ലാം കൂടി ചാടി പോയി നോക്കട്ടെ. അല്ലെങ്കിൽ അവൻ നമ്മളൊരു ഇത് ചിലപ്പോൾ ഒറ്റയ്ക്കാക്കിയാലോ. തിരിച്ചു നിന്നിട്ട് ഇവിടെ വന്നിട്ട് അയ്യോ, ചെക്ക് പോയിന്റ് ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇപ്പോൾ തല കൈ എന്തെങ്കിലും തെറിച്ച് കിട്ടിക്കോളും. അയ്യോ, അവറ്റ ഇവിടുന്ന് കിടക്കാൻ പറ്റും നോക്കാം. അവ വന്നിട്ട് അവനെയും കൂടി ലാഗടിപ്പിക്കണം. അവൻ വന്നില്ലേ? റെഡിബിഡിക്സ് വന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ചാടാൻ മറന്നു ഗൈസ്. അവ ഫസ്റ്റ് ട്രയൽ തന്നെ കടന്നു. ചാടി കളിക്കുന്നത് ആകാശത്ത് ചാവണ്ടായിരുന്നു.
ബാക്കിലേക്ക് സ്പോണാണ്. അപ്പൊ തിരിച്ചു വരും. ഓ എന്താ ചാടാത്ത കഷ്ടമുണ്ടോ. അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നില്ല നോട്ടാ. അവർ രണ്ടാം വട്ടം പോയാലും എന്ത് ചാടാത്ത ബട്ടൺ ഞെക്കുമ്പോ പ്രസ്സാവുള്ളേ. പോയി അവന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഞാൻ പൊട്ടണ ഇല്ലില്ല. ഇവിടെ ചതിക്ക് കഴിഞ്ഞു. കമോൺ. അവിടെ ചെക്ക് പോയിന്റ് എടുത്തിട്ടാ കള്ളായിരിക്കണല്ലേ. ശരി അവിടെ ചെക്ക് പോയിന്റ് എടുത്തിട്ടില്ലേ. നമുക്കിത് കടന്നു പോവാ. ഇത് സിമ്പിളല്ലേ. കുറച്ചേരം കഴിഞ്ഞ് അയ്യോ ഞാൻ ചാടാൻ മറന്നു. ഈശേ ഇത് മനസ്സിലായി. സിമ്പിൾ. അതെന്താ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ചാടുമ്പോഴേക്കും കൊള്ളാണല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചാവാണ്ട് എത്തണട്ട കഴിച്ചിട്ടുള്ള കാര്യം. ബെസ്റ്റ് അയ്യോ അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ തലങ്ങ ഉരുണ്ട് പോയിട്ട് കിട്ടിയത്. അത് സീനട്ടാ. ചില സമയത്ത് ഭയങ്കര യൂസ്ഫുള്ളാ. അയ്യോ വെച്ചിട്ടുള്ള കാര്യം. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോവാ. ഞാൻ റെഡോഡെക്സിന്റെ പോലെ ഭയങ്കര സ്പീഡ് റൺ ചെയ്യാൻ നോക്കണ പോലെ എനിക്ക് തോന്നുന്നു. സ്ലോയില് ചിന്തിച്ചായത്തില് ബ്രേക്ക് ഇട്ട് പോവാ. സ്ലോയില് പോയത് കണ്ടില്ലേ. ഇനിയൊന്നും മര്യാദയ്ക്ക് റെഡി ആയിട്ടുള്ള കാര്യം. പക്ഷേ നമുക്ക് ആയത്തില് പോട്ടെ. കഥയൊക്കെ പറഞ്ഞു പോവാ. അധികം ആക്രാന്തം വേണ്ട. ആക്രാന്തനഹി. എന്തെങ്കിലും ചാടാത്ത എനിക്ക് ദേഷ്യം വരണ്ട. ചാടാത്ത എന്താ ഭാഗ്യം. അയ്യോ ഇങ്ങനെ വെറുതെ ചാടിച്ച് പോയാൽ മതി. ഇല്ലല്ലേ അതിനൊക്കെ ഒരു കറക്റ്റ് പാറ്റേൺ ചാടിയൊരു എന്നാലും മര്യാദക്കുള്ള വഴി നോക്ക്. അങ്ങോട്ട് പോട്ടെ. ഇനി ചെത്ത് കഴിഞ്ഞെങ്കിൽ ദേഷ്യം വരൂട്ടാ പ്ലീസ്. അവനെ ട്രിക്ക് പറഞ്ഞോടൊക്കെ. എന്നൊക്കെ മനസ്സിലാവും. എത്തിയ ഞാൻ വരാൻ വേണ്ടി ചാവണ പോലെ എനിക്ക് തോന്നുന്നത്. നോക്കൊരു സാധനം വരും. അവിടെ പോയി ഒളിച്ചിരിക്കണം. നമ്മുടെ തല പോയി കിട്ടി. അയ്യേ ഓ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാൻ പറ്റുന്നു. അയ്യേന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ. പോകാൻ പറ്റില്ല. സമയം വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് കിടക്കാൻ വരെ നോക്കാം. അത് ഒറ്റയടിക്ക് കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ചാടാത്തതൊക്കെ ദേഷ്യം വരുന്നത്. ചില സമയത്ത് ഞാൻ ഞെക്കി. അത് ലാഗാണോന്ന് അറിയില്ല. അങ്ങോട്ട് കാണിക്കാലോ. ഇവിടെ എത്തൂലേ. അതെ കുറച്ചുകൂടെ എളുപ്പം. അതാ തോന്നണേ. നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അതാ കുറച്ചുകൂടെ എളുപ്പം എന്നൊക്കെ തോന്നുന്നത്. അയ്യോ അതിന്റെ മുകളിൽ കയറിക്കാൻ പറ്റില്ലേ.
യെസ്. അയ്യോ എന്ത് ബഗ്ഗാറുണ്ട്. തല കെടുത്തിയ തല ഡോറിൻ്റെ അപ്പുറത്തേക്ക് പോയി. അവിടെ നിന്ന് വരുന്നുള്ളൂ എപ്പോഴും. നമുക്ക് വേഗം തന്നെ ചാടിക്കട. അയ്യോ ചാടായിരുന്നു. എന്തോ ബക്കിൽ നിന്ന് ചാടായിരുന്നു. സാരല്ലേ പോട്ടെ. നമ്മൾ ചാത്തൻ വഴി എടുക്കുകയില്ല. ദാറ്റ്സ് അവർ സ്പെഷ്യാലിറ്റി. ഗ്രാപ്ലിംഗ് ഒക്കെ ഉണ്ട്. എന്തിന് ഗ്രാപ്ലിംഗ് ഒക്കെ? റോബക്സ് ഇല്ല എൻ്റെ കയ്യിൽ. ഗ്രാപ്ലിംഗ് ഒക്കെ പടം തന്നെ അവിടെ കാണിച്ചിട്ട് കാര്യമില്ല ചേട്ടാ. അവനവിടെ എത്തിയിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ട് ചാടിയിട്ട് ബുക്ക് ഷെൽഫിൻ്റെ അവിടേക്ക് ചാടിയിട്ട് പിന്നെ ലെഫ്റ്റ് ചാടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കണം. ഡയറക്റ്റ് അതിലേക്ക് ചാടാണ്ട്. അയ്യോ അതെങ്ങനെ ചെയ്തേ? ബുക്ക് പിടിച്ച് കയറാനൊക്കെ പറ്റില്ലേ? അയ്യോ എന്തോ ഭാഗ്യത്തിൽ നിന്നതായിരുന്നു. അങ്ങനെ കാണണ്ടായില്ലോ. അവനത് കണ്ടുപിടിച്ചുട്ടാ. എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനേ ബുക്ക് ഷെൽഫിന് ഉള്ളിൽ പോയ പോലെ തോന്നി. അവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് ചില സമയത്തേ ജമ്പ് ചെയ്ത് ഓവർ ജമ്പ് ആവുന്ന ഡൗട്ടുണ്ട്. അവൻ അതിൻ്റെ മുകളിൽ കൂടെ കയറാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചെയ്യും. നമ്മൾ ബുക്ക് ഷെൽഫ് ഒന്നും വേണ്ട. നമ്മൾ വളരെ പ്രൊഫഷണലാണ്. ഓവർ ജമ്പ് ആവുന്നുള്ളൊരു പേടിയോ. ബിക്കം ടീച്ചറാ. കിൽ ഓൾ ഫിനിഷ്. എന്നിട്ട് അതിനൊക്കെ ഓരോന്ന് വാങ്ങേണ്ടി വരും. RPG റോബക്സ് ആയിട്ട് ബിസിനസ്സിലേക്ക് റീസ്പോൺ ഉള്ള ടൈം തന്നെ ഞാൻ തുറപ്പിക്കണം. അത് പെട്ടെന്ന് റീസ്പോൺ ആണെങ്കിൽ സീനില്ല. ഇതിങ്ങനെ ആനിമേഷൻ കാണിച്ച് എന്താ പറയുക, അഡ്മിനൊക്കെ ആവാൻ പറ്റില്ല. ശരി കണ്ട ഇതുപോലെ ഓവർ ജമ്പ് ആവുന്നുള്ള പേടി കാരണം ഞാൻ ലെഫ്റ്റിക്ക് അധികം ചാടാത്ത. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചാടാം. അതുകൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് ചാടാൻ നോക്കണം. നമുക്ക് അവിടെ എത്താൻ പറ്റും കേട്ടാ. അവിടെ എത്തില്ല. ലെഫ്റ്റിക്ക് ചാടിട്ട് പോവാം. ഞാനേ ചാടിയിട്ട് വീഡിയോ എടുക്കാട്ടോ ഗായ്സ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രയലിനെ കിട്ടിയിട്ടാ ഗായ്സ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. ഫസ്റ്റ് ട്രയലിനെ കിട്ടി. പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തപ്പോഴേ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അധികം ലാഗ് കിട്ടിയിട്ടായിരുന്നില്ല. നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ ഗായ്സ്. വന്നു പ്രൊഫഷണലായി എൻ്റെ പോലെ. ഇത് എളുപ്പം. പക്ഷെ ഞാൻ വിടും. അതല്ല എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. വീണില്ലേ ഭാഗ്യം. ഡോർ വർക്ക് ഡോറാണ്. വെള്ളത്തിൽ വീണാൽ മരിക്കും. അയ്യോ ഞാൻ ചാടാൻ മറന്നുപോയി. തിരിയൂ. റബ്ബറാന്ന് തോന്നുന്നത്. ഈ കളർ റബ്ബർ കണ്ടിട്ടുണ്ട്. തട്ടില്ലേട്ടാ. അടിപൊളി സൂപ്പർ. തല എത്തായിരുന്നു. തല എന്താ പോയിട്ടുണ്ട്. വെരി ബാഡ് തല. അവ കിട്ടിയില്ല. ഈ റബ്ബർ നീലുള്ള കാരണം അവിടെ വെള്ളം ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. അടിയിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എത്തി. അത് കഴിഞ്ഞു പോയി. എന്തായാലും എന്താ ഞാൻ ചാടാത്ത? പക്ഷേ അവൻ കടന്നു പോയിട്ടാ തോന്നണെനിക്ക്. പോരാ അവൻ
ഗെയിമിൽ നിന്ന് പോയാ അറിയില്ലട്ടാ. ഗെയിമിൽ നിന്ന് പോയില്ല. അയ്യോ എന്താ അവനല്ലേ അത് നിക്കണത്? അവിടെ എത്തിയതാ അവരതും കഴിഞ്ഞ അപ്പുറത്തേക്ക് എത്തി. കള്ളൻ. വേഗം എനിക്കെന്താ പറ്റാത്ത? എന്നിട്ട് ഒരു സിമ്പിൾ സാധനമാണ് ഞാൻ അത്ര വലിപ്പിക്കുന്നത്. ഇത് ചാടാൻ കൂട്ടാ ബുദ്ധിമുട്ട്. ചാട് കളിയില്ല ചാടാം. ഇത് റബ്ബറാ. ഇതിങ്ങനെ ക്രോസ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പാർക്കൂറാണ്. ചാടല്ലേ വേണ്ടു. ഓ കറക്റ്റ് പെൻസിൽ ചൂസ് ചെയ്ത് ആദ്യത്തെ അവൻ കണ്ടുപിടിച്ചില്ല. രണ്ടാമത്തെ ചിലപ്പോൾ അവൻ കണ്ടുപിടിച്ചില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. അയ്യോ ഗായ്സ്, അപ്പൊ നമ്മൾ 11 ചെക്ക് പോയിന്റ് എടുത്തുട്ടാ. ഞാൻ കണ്ടും കൂടി ഇല്ല ചോന്ന സാധനം. ഇത് ചുമര് ചേർന്ന് പോയാൽ മതി. ഓടിപ്പൊടി. അയ്യോ ഒന്ന് കാണണ്ടായിരുന്നു. ഇതേതാ കോലി? ഇതെല്ലാ കോലി മാത്രമാണ്. എന്തോ ലക്ക് കാരണം ഞാൻ വീണില്ല. പാർക്കോർ പ്രൊഫഷണൽസിന് മാത്രം ഇതൊക്കെ ഫസ്റ്റ് ടൈം എടുക്കുന്നുണ്ട്. ഒറ്റ ട്രെയിൻ കിട്ടില്ല. ഒറ്റ ട്രെയിൻ കിട്ടുന്നില്ല. അവരതും കിടന്ന് പോയാ അവൻ കിടന്ന് പോയി തിരിച്ചു വരുന്നിട്ടാ നമുക്ക് വേണ്ടി. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. ഇന്നലെ ജെഫ്ലിൻ ചെയ്ത പോലെ അവങ്ങള് പോയി ഗെയിം തീർത്തില്ല. അതല്ലെങ്കിലും അവൻ പോയില്ലെങ്കിലും അത് ശരിയല്ല. എന്ന് വെച്ചാ നമ്മുടെ ഗെയിം ആകെ ബഗ്ഗായി. ശരി അവൻ ഇവിടെ എത്തിയില്ലേ? ഞാൻ വെച്ചാൽ അവൻ ഇത് കടന്നു പോയിന്ന്. അവിടെ എത്തിയിട്ടില്ല. ട്രിക്ക് ഉണ്ടാ സ്ലോയില് ചാടാൻ ട്രിക്ക്. ഓ എക്സ്ട്രാ പോകണ്ട. ഇത് കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റുന്ന എളുപ്പമാകുന്നുണ്ടാ. തോന്നണം കമ്പ്യൂട്ടറിൽ ഇപ്പൊ ഇതിനും ബുദ്ധിമുട്ടാകും. എൻ്റെ കമ്പ്യൂട്ടറിൽ റോബ്ലോക്സ് ഇല്ല എന്ന പ്രശ്നം. അതിൽ മൈൻക്രാഫ്റ്റും വേറെ കുറെ ഗെയിമൊക്കെ ഉണ്ട്. പക്ഷെ റോബ്ലോക്സ് ഇല്ല. ഓ കറക്റ്റ് എന്തൊരു ലാഗാ ഗായ്സ്. അപ്പം ഞാൻ ഇതായിട്ട് കാണിക്കട്ടെ. വീഡിയോ ഭയങ്കര ലെങ്ത് ആവും ഗായ്സ്. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഞാനിവിടെ എത്തിയേക്കട്ടെ ഗായ്സ്. നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അവനെത്തുമ്പോൾ ഞാൻ വീഡിയോ ഇതാക്കാം. അപ്പോൾ ഗായ്സ് അവനോട് എത്തിയിട്ടാ. കുറേ അധികം നേരമൊന്നും പിടിച്ചില്ല. 5-10 മിനിറ്റ് അതിനുള്ളിൽ അവൻ അങ്ങോട്ട് എത്തി. അവൻ എത്തിയിട്ടാ ഗായ്സ്. അപ്പം നമുക്ക് അവൻ്റെ പിന്നാലെ കൂടെ പോവാം. നമുക്ക് ഓരോരുത്തരായിട്ട് പോട്ടെ. ഏറ്റവും അവൻ പോട്ടെ. ഞാൻ ചാർജ് ചെയ്യാമെന്ന് വെച്ചാട്ടാ. അങ്ങനെ സൗണ്ട് ഓക്കെ. അവിടെ എത്തിയിരുന്നു ഗൈസ്. നമുക്ക് സ്റ്റക്ക് അവർ അഭിനയിച്ചാലോ? വേണ്ട, സമയം പോവും. ഇത് ചെയ്യാനാണ് അവർ 2-3 വട്ടം ചത്തിട്ടാ. ഞാൻ കണ്ടു. ഞാൻ വീഡിയോയിൽ റെക്കോർഡിങ് ഓണാക്കാൻ പറഞ്ഞു. ഇത് ബേസാണ് അല്ലേ? അതെ ഇവിടെ എത്തുമോ? എത്തിയാൽ മതിട്ടാ. അവൻ്റെ പിന്നാലെ പോയാൽ മതി. പ്രൊഫഷണൽ. അത് കുറച്ച് നീങ്ങിപ്പോയി
ഗൈസ്, അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണൽ ആയ ശരിക്കും. അയ്യോ ഇതൊന്നും വരെ ചാടാൻ പറ്റൂല. ചെക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് സൈഡ് ചെറുതായിരുന്നു. നേരത്തെ ചാടുന്നത് വലിയ സൈഡായിരുന്നു, അപ്പൊ ചെറുതായ പോലെ തോന്നുന്നു. ചെറുതേക്ക് ചാടാൻ ഇങ്ങോട്ട് ചാടാൻ മര്യാദക്ക് എത്തിയിരുന്നു. അറിയാണ്ട് ചത്താണ്. ഞാൻ വീണ്ടും എത്തിയിട്ട് കാണാം. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മിജോ പോയിട്ട് മിജോല്ല റോഡക്സ് പോയി. മിജോന്റെ വേറെ കൊണ്ടാണ് റോഡക്സ് പോയി. അവനൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അറിയില്ലട്ടോ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിനെനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കുറേ ദൂരെ പോയി. തല പോലും കിട്ടി. തലയിലെത്തിയതായിരുന്നു. അയ്യോ, ഇങ്ങനെ വെറുതെ ജമ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? വേണ്ട. ടൈം ശരിയാ ഗൈസ്. ഭയങ്കര ലെങ്ത് ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കും ഗൈസ്. ഇത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് അയ്യോ നമുക്ക് ഞങ്ങളുടെ പോട്ടെ ഗൈസ്. നമുക്ക് ഫാസ്റ്റ് ആവണം. അതുകൊണ്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതെന്തിട്ടത് ഒന്നും ചെയ്യാണ്ട് വീണ് ഗൈസ്. ഇതൊക്കെ ബഗ്ഗാണ് ഗൈസ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് ചെയ്യാം. അതവൻ നിൽക്കണ അതല്ലേ അതവൻ്റെ ഗൈസ്. ഇതെത്തിട്ട് കളിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വേറെ ടഫ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ടഫുകളും പറയുന്നുണ്ട്. ഇനി കുറേ ഉണ്ട് ഗൈസ്. ഞാനേ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 2-3 മണിക്കൂർ എടുത്ത് ഗൈസ്. തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന ഗൈസ്. എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും പറ്റണില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടേ കുറേ നേരം ഇരുന്നു ഗൈസ്. 2-3 മണിക്കൂർ ഞാൻ ഇരുന്നിട്ടാണ് തീർത്തത്. സ്മിജോ ലെഫ്റ്റ് ചെയ്തു. സ്മിജോക്ക് ദേഷ്യം വന്നിട്ട് അവൻ ലെഫ്റ്റ് ചെയ്തു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. സ്മിജോ ഗെയിം ലെഫ്റ്റ് ചെയ്തു. അവനെ മതിയായി കളിച്ചിട്ട്.
സ്മിജോ ഇതിന് വേറെ സ്മിജോ വേറെ ചെക്കനാണ്. റെഡോബോട്ടിക്സ് അല്ലേ അവൻ ഗെയിം ലെഫ്റ്റ് ചെയ്തു. അടുത്തോടെ നമുക്ക് സ്മിജോടൊപ്പം കളിക്കണം കേട്ടോ. അവനെ വിളിക്കട്ടെ. അവൻ കളിക്കാറില്ല, അവൻ ഭയങ്കര പഠിപ്പാണ്. ചോദിച്ചാൽ ചിലപ്പോൾ കളിക്കും. റെഡോബോട്ടിക്സ് ലെഫ്റ്റ് ചെയ്തോട്ടെ തേങ്ങയുടെ മൂട്. എൻ്റെ പേരല്ലെങ്കിൽ തലയ്ക്ക് പിരിപിടിപ്പിക്കുന്നു. ഇനി വേഗം തീർക്കാം ചെയ്യാല്ലേ. പോയിട്ട് വീണ്ടും പാർക്കൂർ തേങ്ങ. എനിക്ക് തലയ്ക്ക് വട്ടാവണേ. ഞാൻ എങ്ങനെയെങ്കിലും പറ്റാത്ത സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഞാനവിടെ എത്തിയിട്ടാണ് ഞാൻ തലയ്ക്ക് വീട് പിടിച്ചത് ഗൈസ്. അപ്പം നമ്മളതും കംപ്ലീറ്റ് ചെയ്തു കൂട്ടാം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് ഇങ്ങനെ കേട്ടോ ഗൈസ്.
ഗായ്സ് അപ്പം നമ്മളൊരു കൊല്ലത്തിന് ശേഷം എത്തിയേക്കാട്ടോ അവിടെ. എനിക്ക് കൊല്ലങ്ങൾ എടുത്തു കൊടുത്താൻ. എൻ്റെ പൊന്നോ, അത് കടക്കാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നുട്ടോ ഗായ്സ്. ഭ്രാന്ത് തലയ്ക്ക് വട്ടായിന്ന് പറയാം. എന്തോരം നേരം എടുത്തതെന്നറിയോ? പിന്നെ കുറേ ടൈം എടുത്തത് എല്ലാതും തന്നെ കുറേ ടൈം എടുത്ത് കഴിച്ചു. ഇതിലിത് കുറേ badge awarded. Become the statue only the hero അപ്പം ഗായ്സ് ഏകദേശം എത്ര മണി സമയം 2:16 ഗായ്സ്. ഏകദേശം 3.5 മണിക്കൂറായി ഗായ്സ് ഞാൻ കളിച്ചു തുടങ്ങിയിട്ട്. ഗായ്സ് 3.5 മണിക്കൂറടുത്തേക്ക് ഗെയിം ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ ഗായ്സ്.